ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് 2 കപ്പ് അവിലും 1.5 കപ്പ് തേങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം ടൈം എടുത്ത് തന്നെ നമ്മളിത് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങയുടെ കളർ മാറാതിരിക്കാനാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നത്. കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെ പൊടിയുന്ന രൂപത്തിലാവുന്നത് വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഒരു 6-7 മിനിറ്റൊക്കെ ആയ ടൈമിൽ നമുക്കിതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് ഒന്നടി ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച അവിലും തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത് നട്ട്സും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കടല വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ലപോലെ പൊടിച്ചെടുക്കരുത്, ഒന്നട് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളിത് കഴിക്കുന്ന ടൈമിൽ ഇടയ്ക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് 3 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഉരുക്കി അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മിക്സ് ശർക്കരയിൽ നല്ലപോലെ യോജിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരല്പം നെയ്യോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ചെറു ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഉരുട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാൻ നമുക്കൊരു ബൗളിലൊക്കെ എടുത്ത് വെക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയായ ഈ പലഹാരത്തിൻ്റെ പ്രത്യേകത നമുക്ക് ആഴ്ചകളോളം കേടുകൂടാതെ എടുത്ത് വെക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.